വിശുദ്ധ റമളാൻ നിർബന്ധമാക്കപ്പെട്ടത് വെറുതെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, അന്നപാനീയങ്ങളും മറ്റ് മനുഷ്യരുടെ ശാരീരികമായ സർവ്വസുഖങ്ങളും ഒഴിവാക്കി അതുവഴി ആത്മീയ ചൈതന്യം കൈവരിക്കുകയും ആത്മീയ ശുദ്ധി സമ്പാദിക്കുകയും ചെയ്ത് മനുഷ്യനായി കാണാൻ വേണ്ടിയാണ് റംസാൻ നിർബന്ധമാക്കപ്പെട്ടത്. ഖുർആനിൽ തന്നെ ഈ കാര്യം പ്രത്യേകമായി എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നല്ലവരായി തീരാൻ വേണ്ടിയാണ് വിശുദ്ധ റമളാൻ നിർബന്ധമാക്കപ്പെട്ടത് എന്ന് ഖുർആൻ പഠിപ്പിച്ചത് വളരെ ശ്രദ്ധേയമാണ്. കൂടാതെ മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടാൻ അവൻ്റെ സമ്പത്തുകൾ ഇസ്ലാം അനുവദിച്ച മാർഗത്തിലൂടെ സമ്പാദിക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ആ സമ്പത്തുകളിൽ കച്ചവടക്കാരനും സ്വത്തുകൾ സൂക്ഷിച്ചവനും അവൻ്റെ സമ്പത്തിൽ നിന്ന് 2.5% അർഹതയുള്ളവർക്ക് സക്കാത്തായി നൽകണമെന്ന് കൽപ്പിക്കുന്നതും അവൻ്റെ സമ്പത്തും ശരീരവും ശുദ്ധിയായി കിട്ടാൻ വേണ്ടിയാണ്. സക്കാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ശുദ്ധീകരണം എന്നാണ്. അങ്ങനെ മനുഷ്യൻ്റെ സമ്പത്തും അവൻ്റെ ശരീരവും അവൻ്റെ ഹൃദയവും എല്ലാം മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധമായി വരികയും അതുവഴി സമുദായത്തിനും സമൂഹത്തിനും ലോകത്തിനുമൊഴികെ ഗുണം ചെയ്യുന്ന വ്യക്തിയായി മനുഷ്യൻ മാറണം. അതാണ് പരിശുദ്ധ റമളാനിൻ്റെ പ്രത്യേകമായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ റമളാൻ നോമ്പ് നിർവഹിച്ച വ്യക്തി പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ആ പെരുന്നാളിലൂടെ അനാവശ്യങ്ങളിലേക്ക് പോകാൻ അനുവദിക്കുകയില്ലെന്ന് ബുദ്ധിപരമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറിച്ച് കുടുംബങ്ങൾ, സ്നേഹിതന്മാർ, ഗുരുനാഥന്മാർ, ശിഷ്യന്മാർ, നേതാക്കൾ, ബന്ധുക്കൾ, ഇങ്ങനെ എല്ലാവരുമായി അങ്ങിങ്ങ് കണ്ട് സന്തോഷം പറഞ്ഞ് പുഞ്ചിരിച്ച് സ്നേഹം പങ്കുവെക്കാനുള്ള ഒരു ദിനം, അതാണ് പെരുന്നാൾ. അല്ലാതെ ഈ ഒരു മാസത്തെ ശുദ്ധി വരുത്തിയത് കേടുവരുത്താൻ വേണ്ടി ഒരിക്കലും കൽപ്പിക്കപ്പെടുകയില്ലെന്ന് ബുദ്ധി തന്നെ പറയുന്നതാണല്ലോ. അതുകൊണ്ട് നമ്മുടെ പെരുന്നാളും മനുഷ്യൻ്റെ ശുദ്ധിക്ക് വേണ്ടിയും സമുദായ ഐക്യത്തിനും സൗഹൃദത്തിനും സമാധാനത്തിനും വേണ്ടി ആകണം എന്ന് ഞാൻ ഈ തരുണത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ ലോക സമാധാനം എപ്പോഴും ആവശ്യമാണ്. സമാധാനത്തിലൂടെ മാത്രമാണ് ഇവിടെ വിജയം കൈവരിക്കാൻ സാധിക്കുക. ഭീകരതയിലൂടെ, അക്രമത്തിലൂടെ വിജയം ഒരിക്കലും കൈവരിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ എല്ലാവരും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും യത്നിക്കുകയും അതിനുവേണ്ടി പ്രതിജ്ഞയെടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും സംഘടനയുടെയും പ്രസ്ഥാനത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും ബന്ധുക്കളുടെയും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തട്ടെ.